നിർത്താ എടാ മരണ വീട്ടിലാണ് കണ്ടംപററി പാട്ടുള്ളത്. അയ്യോ എന്നാ കണ്ടംപററി പാട്ടല്ല, പിന്നെ എന്റെ മൊബൈലിൽ കോള് വന്നില്ലേ. അത് സൈലന്റ് മരണ വീടാണ്. ശരി ശരി. സ്വന്തം ഭർത്താവിനെ അങ്ങോട്ട് പട്ടളയിൽ എടുത്തില്ല, ബാവോട്ടിനെ വിളിച്ചു വരുത്താണല്ലേ കഷ്ടങ്ങൾ. ഇവിടെ കിടന്ന ബോഡി എന്ത് ചെയ്യടാ? കുളിപ്പിക്കാൻ കൊണ്ടുപോയി. 24 മണിക്കൂറും വെള്ളത്തിൽ കിടന്ന ബോഡിയെ വീണ്ടും എടുത്ത് കുളിപ്പിക്കാൻ കൊണ്ട് എന്ത് നാടടാ ഇത്? അല്ലടാ ഈ മാഷ് എങ്ങനെ മരിച്ചേ? അതറിഞ്ഞില്ലേ ഇതുവരെ? ഇല്ല. ഒരു സെക്കൻഡ്. അത് വേണം. മാഷ് എങ്ങനെ മരിച്ചത്? പാവപ്പെട്ടവൻ അടിച്ചതിന്. ഇവനാണ് പാവപ്പെട്ടവൻ. എടാ ഇവൻ ആരെന്നറിയാവോ? ഇവിടുത്തെ വേലക്കാരെ തന്നല്ല. ഇവൻ ഈ കിണറ്റിൽ വീണതാ. ഇവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കണക്ക് മാഷ് ഇതിനകത്ത് ഇറങ്ങി മാഷിന്റെ തലയെ ചവിട്ടി ഇവ ഇങ്ങനെ കയറി പോകുന്നു. അങ്ങനെ മാഷ് മരിച്ചു. ഇവൻ ഒരു കുരുവില്ല. അപ്പൊ ഇവനെ തല്ലണ്ടേ? ഇവനെ തല്ലല്ല, അവനെ കൊല്ലണ്ട. അത് വേണം വേണം ചേച്ചി. ഇവനോട് പറയേച്ചി എന്നെ തല്ലല്ലേന്ന്. ഒരു ജോലിക്കാരനെ പോലെയാണ് നിന്നെ ഞാൻ കണ്ടത്. ഈ കുടുംബത്തിന്റെ രംഗാഴ്ചയിലാണ് നിന്നെ ഞാൻ കണ്ടത്. എന്റെ മാഷിന് ഞാൻ കട്ടൻ ചായ കൊടുക്കുമ്പോ നിനക്ക് ഞാൻ പാൽ ചായ ഇട്ട് തന്നത്. എന്റെ മാഷിന് ഞാൻ ചാറ് കൊടുക്കുമ്പോ നിനക്ക് ഞാൻ ചിക്കന്റെ കാലല്ലടാ തന്നിട്ടുള്ളത്. ചിന്ന കാലിന് നന്ദിയില്ലാത്തവനെ നിന്നെ ഞാൻ. അയ്യോ എന്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റിച്ച് എന്റെ കണക്ക് മാഷേ എന്നെ വിട്ടു പോയോ? നിങ്ങൾക്കറിയാമോ ഓണത്തിന് തൊട്ടടുത്ത ക്ലബില് നാടൻ പാട്ട് പാടാതിരുന്ന മാഷാണ് ഈ കിണറ്റിനകത്ത് വീണത്. എന്നെ വിട്ടു പോയേ. എനിക്കിനി ആരുമില്ലേ? അയ്യോ എന്നെ പിടിച്ചോ. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ തന്നെ നാടൻ പാട്ട് കൊണ്ട് ഇറങ്ങിയിരിക്കുക. ആരും കേക്കണ്ട കേട്ടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ മാഷിനെ കുളിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? പൗഡർ സ്പ്രേ അടിക്കും. ഒരു വെറൈറ്റിക്ക് കരിയൊക്കെ വരച്ച് ലിഫ്റ്റിക്കൊക്കെ ഇട്ടൊരു പൊട്ടൊക്കെ കൊടുത്താൽ കൊള്ളാം. കുറച്ച് കരിവളയും വാങ്ങിച്ച് ഒരു കറുത്ത നൂല് വാങ്ങിച്ച് ഒരു 28 കൂടെ കെട്ടാം. അയ്യോ എന്റെ മാഷിന്റെ 28 കഴിഞ്ഞില്ലേടാ. ഇനി 16 അടി എത്ര അല്ലേടാ? ഈ 16 പറഞ്ഞപ്പോഴാണ് ഈ അടിയന്തരത്തിനെ നമ്മൾ ഈ ചിതാഭസ്മം ഇവിടെ കൊണ്ടുവരും. ഭാരതപ്പുഴയിൽ ഒഴുക്കും. അത് കൊള്ളാം. അയ്യോ ഭാരതപ്പുഴയിൽ ഒഴുകണ്ടടാ. ഭാരതപ്പുഴയിൽ ഒഴുകട്ടെ. ഭാരതപ്പുഴയിൽ ഒഴുകട്ടെ. നമുക്ക് രാമേശ്വരത്ത് കൊണ്ടുപോയാ മതിയേ. അല്ല മാഷ് പറഞ്ഞിരുന്നോ ഇതിനെ നമുക്ക് അങ്ങനെ രാമേശ്വരത്തോളം കൊണ്ടുപോകണം? അങ്ങനെ ഇല്ല മാഷ് അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ നമുക്ക് രാമേശ്വരത്ത് കൊണ്ടുപോയാ മതിയേ. രാമേശ്വരത്ത് പോകാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനു കിടന്ന് രാമേശ്വരം കൂണത്? ഞാൻ രാമേശ്വരം കണ്ടിട്ടില്ലേ. പോയിട്ട് വരുന്ന വഴി ഊട്ടി കൊടൈക്കനാല് വഴി ഒരു ട്രിപ്പ് അടിച്ച് കറങ്ങി വരാടാ. അത് കൊള്ളാം. ഒരു ട്രിപ്പ് ഇട്ടാലേ. ഒരു കാര്യം ചെയ്യ്, നീ ഇവരെയും കൂടി ട്രിപ്പിന് പോകും, ഞങ്ങൾ ചിതാഭസ്മം കൊണ്ട് ഒടുക്കിക്കോളാം. എടാ പോടാ കണ്ണുമ്പെന്ന്. എവിടെ പോണേ? ട്രിപ്പിന് ഒരുങ്ങാൻ പോണടാ. എന്റെ പൊന്നെ എടാ ഇവരെ അകത്തെവിടെയെങ്കിലും കൊണ്ട് അടച്ചിടാ. ഇത് അയ്യോ എന്നെ കണക്ക് പഠിപ്പിച്ച് എന്റെ കണക്ക് മാഷേ. ഒരു 4 24 കിടന്നാലോ? ഓടിക്കോടാ എന്തിണ്ടാ ഈ പാവത്തിനെ തന്നത്? ഇവ എന്റെ കണക്കുകളെല്ലാം തെറ്റിച്ചെന്ന ഇവിടുത്തെ കണക്ക് ഭാഷ. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ എനിക്കൊരു കണക്കിട്ട് തന്നു. അതിന്റെ ഉത്തരം കാണിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചത്. ഇന്നിവിടെ വന്ന് മാഷിനെ കാണിക്കാൻ വേണ്ടി വന്നപ്പം ഇവൻ മാഷിനെ കെട്ടിയിട്ട് കൊന്നു. അപ്പൊ ഇവനെ കൊല്ലണ്ടേ? അത് കൊല്ലണം. എത്രാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ? 4ാം ക്ലാസ്സില്. നിനക്ക് എത്ര വയസ്സായി? 30. കൊള്ളാം. 20 വർഷം. അപ്പൊ വലിയ കണക്കായിരിക്കും. ആ കണക്ക് സംഭവം ഒന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് കേട്ടോ. A+B² അത് ചോദ്യം. ഉത്തരം പറ. പഠിക സിനിമ നീ ഇപ്പോഴാണ് ഇവിടെ കണ്ടത്? നേരത്തെ കണ്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ മിനിമം ഒരു കളക്ടറിലായിരുന്നു. മിനിമം ഒരു കളക്ടർ തല്ലിട്ട് വേണണ്ട. ഇനി കളക്ടർ വരും, IG വരും, MLA വരും, മന്ത്രി വരും, എന്റെ ഊപ്പാടും വരും. അയ്യോ എവിടെ എന്റെ അളിയനെ കൊന്നവൻ എവിടെ? ആങ്ങളെ കബഡി നിരത്തി പ്രവചിച്ചപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ ആങ്ങളെ. അല്ലേ ഈ പുള്ളി പ്രവചിച്ചിരുന്ന മാഷ് മരിക്കുമെന്ന്. വെള്ളം കൂടി മുട്ടുമെന്ന് പറഞ്ഞടാ. പക്ഷെ 1.5 മാസത്തെ വെള്ളം കൂടി മുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേ. എന്റെ കബഡി കള്ളം പറയൂല. നിന്റെ കബഡി സംസാരിക്കുമല്ലേ? വയ്യാത്ത കഴിഞ്ഞ ഒന്നങ്ങ് തരും. എടാ മരിച്ച ആത്മാവിന് ഇവിടെ അങ്ങോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതെന്ത് പറ്റി?
പോകുന്ന വഴിക്ക് തെക്ക് ഭാഗത്തായിട്ട് അയ്യിലൊരു കന്യകയുടെ പാവാട കിടക്കുന്നുണ്ട്. അത് മറികടക്കാൻ പറ്റുന്നില്ല ആത്മാവിന്. തെക്ക് ഭാഗത്താ? തെക്ക് ഭാഗത്ത്. തെക്കെന്ന് പറയുമ്പോ അങ്ങോട്ട്. അവിടെ ആരാ വീട്? ചന്ദ്രയുടെ വീട്. ചന്ദ്രിക എന്ന കന്യകയായത്? 5 പിള്ളേരുള്ള പ്രവാചകോ കന്യക മനസ്സിലാവുന്നുണ്ട്. എടാ മക്കളെ ആ. എങ്ങോട്ട് പോയെന്ന് പറഞ്ഞത്? എങ്ങോട്ടും പോയില്ല, ചന്ദ്രയുടെ വീട്ടിന്റെ അവിടെ നിൽക്കണം. എടി ചന്ദ്രിയെ, ചത്താലെങ്കിലും അങ്ങനെ ഒന്ന് വെറുതെ വിട്ടൂടേടി. ഇങ്ങനെ പറയുമ്പോ മാഷും മറ്റേ അങ്ങനെ വല്ല ബന്ധമുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വരുമ്പം ആ വീട്ടിന്റെ നട എത്തുമ്പം അങ്ങനൊക്കെ ഇത്തിരി താളം ചവിട്ടലൊക്കെ ഉണ്ടായിരുന്നടാ. എന്റെ മാഷേ, അവൻ വിളിച്ചിരുന്ന കുറച്ച് ലേറ്റ് ആവും. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും? ഒരു താമസിക്കത്തുള്ളൂ. നല്ല താമസിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, അവൻ വരാതെ എടുക്കുന്നത് മോശം. പിന്നെ ഫ്രീസറിൽ വെക്കാം. ഫ്രീസർ വയ്ക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അങ്ങനെ തന്നെ സാധാരണ. അപ്പൊ ഞാൻ അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റും. മരിച്ചിട്ട് നേരത്തോട് നേരമായി. ആ. ഇനി എന്താണ് ഈ ബോഡി നമ്മൾ ഫ്രീസറിൽ വെക്കണത്? ബോഡി ഫ്രീസറിൽ വെക്കുന്ന കാര്യം ആര് പറഞ്ഞു? പിന്നെ മോൻ വരുമ്പോൾ താമസിക്കാം. ഒരു 4 ബിയർ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. ഞങ്ങൾ അതിന്റെ കാര്യമല്ലേ പറഞ്ഞു. അത് ഇത് 2 അടിക്കാൻ പറ്റുമെന്നല്ലേ നമ്മൾ നോക്കണത്. എനിക്കിവിടെ ഒന്ന് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചെന്നിരി അവിടെ അവിടെ എല്ലാം വലിച്ചു നോക്കി കളയാൻ. മനസ്സിലായില്ല. ഭാഷ രജനീകാന്തിന്റെ പടമില്ലേ? ഇതെന്റെ മാഷ. ഞാനൊരു പ്രവാചകനാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ദൈവദാസനാണ്. എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. നമുക്കൊരു പാട്ട് പാടി ഒരു പ്രാർത്ഥന നടത്താം. ഉറ്റവർ മാറിയാലും ഉടയവർ മാറിയാലും പാട്ട് കേട്ട് പൂവാലാട്ടും പൂവാലാട്ടും. നാട്ടുമൈനെ നീ അറിഞ്ഞോ? നീ അറിഞ്ഞോ? അവന്റെ കുറഞ്ഞ കുഞ്ഞിനെ താലി കെട്ടി കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും. മിക്കവാറും ഇത് കൊണ്ടേ പോവും. മനുഷ്യനേകനായി നിൽക്കുന്നത് നല്ലെണ്ണ, മണ്ണെണ്ണ, നല്ലതല്ല. എന്റെ കരങ്ങളിലേക്ക് നോക്കൂ. എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നത് പറഞ്ഞാട്ടെ. 97 46 030 70 മഞ്ജുവിന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? സാത്താനെ കൂടെ നിന്ന് ചതിക്കുന്നു. ഇതെത്ര പേർ വിശ്വസിക്കുന്നു? ഇതെത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും മുകളിലോട്ട് ഉയർത്തി സ്വർഗ്ഗം കേൾക്കുമാർവണ്ണം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. അവൻ വരുന്ന നാളിൽ നമ്മൾ കരം പിടിച്ച് നമ്മൾ മാറോട്ടനാച്ചിരുമേ. അവൻ വരുന്ന നാളിൽ നമ്മൾ കരം പിടിച്ച് നമ്മുടെ സീതയുടെ കണ്ടാകൃത ശീവേരാണ് ഇവിടെ മാമ അല്ല, ഇത് പ്രാർത്ഥനയെന്നും പാട്ടെന്നൊക്കെ മനസ്സിലായി. ഈ അവസാനം പറഞ്ഞത് മനസ്സിലായില്ല. ഭാഷ പറഞ്ഞതാ ബ്രദറെ. നമ്മളെയും കൂടെ ഒരു നിമിഷം കൊണ്ട് നീ മതം മാറ്റി കളഞ്ഞല്ലാടെ. ഭാഷ എങ്ങനെയാ മരിച്ചത്? അത് ചോദിക്കും. മാഷ് മരിച്ചത് ഇവനാണ്, ഈ വീട്ടിലെ വേലക്കാരനാണ്. ഇവ ഈ കിണറ്റിനകത്ത് വീഴുന്നു. ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മാഷ്. എന്നിട്ട് മാഷ് മരിച്ചു. ഇവൻ ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല. അല്ലല്ല, ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ വരുന്നവരും പോകുന്നവരും മൊത്തം തല്ലി ഒരു പരുവായിട്ടിരിക്കുക. ദേവി ഇത് ഉപദ്രവിക്കരുത്. ദൈവദാസൻ തല്ലത്തില്ല. ദൈവദാസൻ തല്ലത്തില്ല. അമ്പഴ സീതയുടെ ശാസിച്ചിരിക്കുന്നു. സാത്താനെ മാറുന്നില്ലേ? ഇതിനെക്കാരെ അങ്ങ് കൊല്ലണായിരുന്നു നല്ല. എല്ലാവരും ഇങ്ങ് വന്നാട്ടെ. മാഷിന് വേണ്ടി നമുക്ക് ഒന്നുകൂടെ ഇനിയും കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങൾ കണ്ണടയ്ക്കും. ഞാനും കണ്ണുകൾ അടയ്ക്കും. എല്ലാവരും കണ്ണുകൾ അടയ്ക്കും. ഞങ്ങളും കണ്ണടയ്ക്കും. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. അവൻ ആകാശത്തിൽ നിന്ന് വരുന്നു. അവൻ മേഖലയിൽ നിന്ന് വരുന്നു. അവൻ രഥത്തിൽ വരുന്നു. അവൻ വന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ താഴത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാ വരുന്നു, ഇതാ വരുന്നു. താഴത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു. അവൻ വന്നു കഴിഞ്ഞു. വിളിക്കുന്നു. നിന്നെ എന്നെയല്ല, നിന്നെയാണ് ആദ്യം കണ്ടത്. നീയാണ് സൈസ് ഉള്ളത്. പോടാ, നീ കേറി പോ. പിള്ളേരും കുട്ടികളൊക്കെ ഉണ്ട്. പരാധീനക്കാരനാണ്. രഹസ്യമായിട്ട് വരണമുണ്ട്. അതിലുണ്ട് പിള്ളേർ. കാല് പിടിച്ച് പറയാണ്. പ്രളയമൊക്കെ വന്നിട്ട് 5 പൈസ ഇല്ല കയ്യിൽ. കടവും ധനമൊക്കെയാണ്. അഥവാ അങ്ങനെ ഇവിടെ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ടൂർ പോകാൻ കണക്കിന് 2 പേര് അവിടെ ഇപ്പോൾ ഉണ്ട്. അവരെ കൊണ്ടുപോകും പ്ലീസ്. എടാ ഇതൊക്കെ എന്റെ അടുത്ത് പറയണേ. ഇത് എടാ ഞാൻ കാലനല്ലെന്ന്. പിന്നെ ഞാൻ മാഷിന്റെ ഒരു അകന്ന ബന്ധുവാണ്. കൂടാതെ ബാല ആർട്ടിസ്റ്റും തീക്കുണ്ടം ശശികുമാർ. പിന്നെ
വാ. ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി മുകളിലോട്ട്. എടാ, അതല്ലാന്ന്. ഏതല്ലെന്ന് എടാ, ഇത് ബാലെ ആർട്ടിസ്റ്റാണ്. അതുകൊണ്ടോ തീക്കുണ്ടം ശശികുമാർ. വാ കാലല്ലേ? വാ, വാ, ഓടി വാ. പേടിക്കണ്ട ഒരാളെ ഇന്ന് പോയിട്ടു. ധൈര്യറ്റോ, കുഴപ്പമില്ല. അല്ല, ഞാൻ ഈ ബാലെ കളിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് മാഷിന്റെ മരണവിവരം അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ കോസ്റ്റ്യൂം ഒന്നും ചേഞ്ച് ചെയ്യുന്നതില്ല, ഓടി പോകുന്നു. അല്ല, നമ്മുടെ ഈ മാഷ് എങ്ങനെയാ മരിച്ചത്? മാഷ് മരിച്ചത് ഇത് ഈ വീട്ടിലെ വേലക്കാരനാണ്. പുള്ളി കിണറ്റിൽ വീണു. കിണറ്റിൽ വീഴുന്ന രക്ഷിക്കാൻ വേണ്ടിട്ട് മാഷ് ഇറങ്ങി. അങ്ങനെ മാഷ് മരിച്ചു, പുള്ളി രക്ഷപ്പെട്ടു. ഒരു ഗുരു ഇല്ലാതെ ഇവിടെ നിൽപ്പുണ്ട്. ഒരു മിനിറ്റ്. ആ ഗതയിട്ട് തല്ലിക്കൊള്ളല്ലേ. ഒരു വേള ഒരുവനൊപ്പം ചിത്തഭ്രമം സംഭവിക്കുന്നുവോ അവരപ്പോ പിച്ചുകയും മാന്തുകയും ചെയ്യും. അതിപ്പോ എവിടെ പറയേണ്ട കാര്യം? അല്ല, ഞങ്ങൾ ബാലേക്കാർ അങ്ങനെ ഒരു 5 ഡയലോഗ് പറഞ്ഞിട്ട് തല്ലാറുള്ളൂ. ഓടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. പറയും. മാഷ് എന്റെ എല്ലാ ബാലകളും കാണാൻ വരാറുണ്ടായിരുന്നു. അപ്പൊ മാഷിന് ഇഷ്ടപ്പെട്ട എന്റെ ഒരു 5 ഡയലോഗ് ഉണ്ട്. അപ്പൊ മാഷിന് വേണ്ടിട്ട് അവസാനമായിട്ട് ഈ എളിയ കലാകാരനെ സമർപ്പിക്കാൻ അത് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് ചെയ്തോട്ടെ? വേണ്ട. ആ മനസ്സ് പറയുന്നത് എനിക്കറിയാം. ചെയ്യട്ടെ? ഇതായിട്ട് കുറയ്ക്കണ്ട. 1000 നാഗങ്ങളുടെ കേൾവി ശക്തിയും 100 ആനകളുടെ ബലവും എന്തിനേറെ പറയുന്നു, ത്രിലോകം വരെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ഇന്ന് നമുക്കുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാം. എങ്ങനെ? ഈ ഗത എന്നെടുത്ത ആയിരം നാഗങ്ങളുടെ കാൽവി ശക്തി. ത്രിലോകം പിടിച്ചടക്കുമോ? എടാ, കുനിഞ്ഞൊരു കുപ്പ എടുക്കാൻ നിവർത്തിയില്ലാത്ത കാലം വന്നിരിക്കും. ഇവനൊന്നും വേറെ ജോലിയില്ല. ജോലികൾ ചെയ്യുമ്പോ കരഞ്ഞതാണ്. പിന്നെ ഇങ്ങനെയല്ലേ അറിയാൻ പറ്റൂ. ബോഡി എടുക്കാൻ സമയം പുറത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. അതിന് ഇവിടെ ആരും അങ്ങോട്ട് ഗൾഫിലോട്ട് പോയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവിടെ ഇങ്ങോട്ട് വരും? അല്ലല്ല, പുറത്തേക്കുന്നവരൊന്ന് അകത്തോട്ട് വന്നാൽ കൊള്ളായിരുന്നു. അതെ, ബോഡി എടുക്കാൻ സമയമായി. ബോഡി എടുക്കല്ലേ. ബോഡി എടുക്കല്ലെന്ന്. അതെ, മാഷ് പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് ഒരു 1000 പിള്ളേരും കുറച്ച് സാറുമാരും വരുന്നുണ്ട്. എത്ര? 1000 പിള്ളേരും കുറച്ച് സാറുമാരും വരുന്നു. അയ്യോ മാറി. കാര്യം പറ. ആ സാറുമാരും പിള്ളേരും വന്നെ ഇഞ്ചിൻ ചാട്ടി കൊല്ലുന്നതിനേക്കാളും നല്ലത് ഈ കിണറ്റിനകത്ത് ചാടി ചാകുന്നതാണടാ.